പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കണത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജയസാധ്യതയാണ് പറഞ്ഞത്. ജയസാധ്യത ഉള്ള ആളെയാണ് ഇതിൻ്റെ അകത്ത് പരിഗണിക്കുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ നമ്മളും ആ പ്രതീക്ഷയാണ് ജയസാധ്യത. ഞങ്ങൾ 4 പേർ ആരാണെങ്കിലും ജയസാധ്യത ഉള്ളു നിന്നോട്ടെ, നമുക്ക് വിരോധമില്ല. അപ്പോൾ ആ ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ പോയി മുന്നോട്ട് വന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ച പോലും വേണ്ട, ഇങ്ങനെ പുതിയതായിട്ട് ഒരാൾ മണ്ഡലത്തിൻ്റെ പുറത്തുനിന്ന് വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ അവിടെ കഴിഞ്ഞ ടൈമിൽ വാർഡിൽ മത്സരിച്ച് അവിടെ ഉള്ള ഒരു ചെറിയൊരു പയ്യൻ്റെ അടുത്ത് ദയനീയമായി പരാജയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഇവിടെ പുള്ളി ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിനെ ഇവിടെ കൊടുന്ന് അവതരിപ്പിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേഗം എല്ലാവരും കൂടി DCCയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ നടപടിക്രമം തന്നെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ പരിഹരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ വാഴക്കുളത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ലെറ്റർ പാഡിൽ ഓൺലൈൻ മാധ്യമം മുഖേന ലെറ്റർ പാഡിൽ വന്നേക്കണേ ഇന്നമാതിരി ആളുകൾ നിയമിച്ചു, ഈ വ്യവസായിനെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഇത് കിട്ടി. പക്ഷെ നമുക്കത് മാനസികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് വന്നു. നമ്മളൊക്കെ ഈ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനൊരു പരിഗണന അല്ലെങ്കിൽ വേണ്ട, നമ്മളെ വിളിച്ചിരുത്തി ഇത് ശരി, നിങ്ങൾ ഇത്ര പേരുണ്ട്, 4 ആളുണ്ട്, ഒരാൾക്കാവാൻ പറ്റുമോ, നിങ്ങൾ 4 ആളും ഇതിൻ്റെ അകത്ത് പരിഗണനയിൽ വരാൻ പറ്റിയ ആളല്ല, നമുക്ക് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, വേറൊരാളെ ഇങ്ങനെ കൊണ്ടുവരണം, ആളെ നമുക്ക് അവതരിപ്പിക്കാം, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് നമുക്ക് എന്താ കുഴപ്പം? നമ്മളൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ കൂടെ ഒന്നും ഉള്ളൂ. പക്ഷേ അതൊന്നും കൂടിയാലോചനയില്ല. ഞങ്ങളൊരു പരിഗണന പോലും തരാതെ, ഒരു ചർച്ചയ്ക്കുള്ള പരിഗണന തരാതെ ഞങ്ങളെ ഒഴിവാക്കി. ആ ഒരു മാനസിക വിഷമം നമുക്കുണ്ട്. പക്ഷേ ഞാനും കേട്ടു. പക്ഷേ എനിക്ക് എന്തെങ്കിലും തെളിവൊന്നുമില്ല അതിനെക്കുറിച്ച്, എനിക്ക് ഒന്നും തെളിവുകളൊന്നുമില്ല. അത് നേതൃത്വം അന്വേഷിക്കട്ടെ, പാർട്ടി നേതൃത്വം അന്വേഷിച്ച് അതിന് കണ്ടുപിടിക്കുക. അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ നേതൃത്വം കണ്ടുപിടിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചോളം എൻ്റെ തെളിവുകളും കാര്യങ്ങളും ഞാനും കേട്ടു, ഇതുപോലെ തന്നെ കേട്ടു. പക്ഷേ അത് നേതൃത്വം അന്വേഷിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തപ്പെടട്ടെ. അതല്ലാതെ നമുക്ക് ഇപ്പോൾ KPCC ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. KPCC ഇന്ന് ചർച്ച ചെയ്തതായിട്ടാണ് ഇപ്പോഴത്തെ നമുക്ക് അറിവ്. KPCCയുടെ തീരുമാനം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്.